ആരംഭിക്കില്ലാങ്ങളാ. ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ആശുപത്രി പോവാണ്, ചെറിയ ജലദോഷമുണ്ട്. അപ്പൊ എന്തായാലും ആർക്കും ഞാനായിട്ട് ജലദോഷമൊന്നും പരത്താതിരിക്കാനായിട്ട് ഒന്ന് സാനിറ്റൈസ് ചെയ്തേക്കാം. വന്ന് അടുത്ത കോമഡി. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക്. നമ്മള് വെള്ളവും സാനിറ്റൈസ് ചെയ്തേ കുടിക്കോളൂ എന്ന് ചോദിച്ച് വെള്ളത്തിനകത്തല്ല, വെള്ളത്തിന്റെ കുപ്പിയുടെ പുറം ഒന്ന് സാനിറ്റൈസ്. തോൽവിയുടെ പടുകുഴി. എങ്ങനെ സാധിക്കും? പണി വരുന്നുണ്ടവർ. വെളി പൊടിയാ, മോളോട്ടിരിക്കട്ടോ. കൈ നീട്ടിയേ, നീട്ടിയേ. ഇതെന്താ ചുവന്നിരിക്കുന്നേ? അത് ചോരയാ. 11 ഒരുത്തനെ ഞാൻ കുട്ടിയതാ. ഇത് വല്ലാത്ത തൊന്തരവായാലും എന്തൊക്കെ കാണേണ്ടി വരുമെന്ന്. എന്ത് വർക്കിന് മുമ്പും ആദ്യം നമ്മൾ സാനിറ്റൈസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ ഇനി അങ്ങനെ വിടാൻ പറ്റുന്നേ? ഫുള്ള് ക്ലീൻ ചെയ്ത് ഡീപ് ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളെ വിടാൻ പറ്റൂ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഈ ഒരു പ്ലേസ് ഒട്ടും സേഫ് അല്ല. നിനക്ക് എന്താ തോന്നുന്നേ? അതെ, വളരെ മോശമായിട്ടുള്ളൊരു പ്ലേസ് ആണ്. പ്രത്യേകിച്ച് അവരെ ആ ഒരു സംസാരവും സ്വഭാവവും ഒന്നും ഒട്ടും നമുക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്ത തരത്തിലുള്ള, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്? എനിക്ക് വയ്യ. സാധാരണഗതി പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്നാണ് ബോർഡ് വെക്കുന്നത്. ഇത് ഒരു പൊടിയും പ്രവേശിക്കില്ല എന്നുള്ള ബോർഡാണല്ലോ വെച്ചേക്കുന്നത്. അതെന്റെ മോനെ, പൊടി കുറച്ച് പ്രശ്നം. അതുകൊണ്ട് ഈ വീട്ടിലെ മുളക് പൊടി, മഞ്ഞപ്പൊടി, അരിപ്പൊടി ഒരു പൊടികളും കയറ്റാറില്ല. ശരിക്കും ഞാനേ പാർസൽ മേടിച്ച വല്ലതും തിന്നു. സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ട്. നീ ബാത്റൂമിൽ എന്തുകൊണ്ട് കളിക്കേ? ചേട്ടന് സാനിറ്റൈസർ ഇല്ലാതെ പറ്റത്തില്ലല്ലോ, അത് കലക്കി അങ്ങ് തന്നതാ. അപ്പൊ നല്ല ഡീപ് ക്ലീൻ ആയി കാണും ഇപ്പൊ. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചു. ഒന്നും ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് വൃത്തിയുടെ വീഡിയോയിൽ സാർ ഇട്ടെ. അത് 4 പേർക്കെങ്കിലും ഗുണമാവത്തില്ലേ? ഞാൻ കാരണം 10 പേരെങ്കിലും വൃത്തിയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തില്ലേ? ശ്രദ്ധിക്കാത്ത പല സ്ഥലങ്ങളും ശ്രദ്ധിക്കാനെങ്കിലും തുടങ്ങിയില്ല. മതിയടാ നിന്റെ കൊണയടി. ചേട്ടന്മാരെ, അപമാനിച്ചേ, ഞാൻ പോയിക്കോട്ടെ.